ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന എവിടെ നിന്നുണ്ടോ, സബ് ഡിപ്പോ പെരിന്തൽമണ്ണ, KSRTC ബസ് സ്റ്റാൻഡ് പെരിന്തൽമണ്ണയിലാണ്. നമ്മളിവിടുന്ന് മൈസൂരിലേക്ക് ഒരു യാത്ര പോകണം. ഇതാണ് KSRTC ബസ് സ്റ്റാൻഡ് പെരിന്തൽമണ്ണ. ഇതാണ് ബസ് സ്റ്റാൻഡ്, അപ്പുറത്താണ് ഡിപ്പോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് KSRTCയുടെ തൃശ്ശൂർ മൈസൂർ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിനാണ്. 8475 എന്ന നമ്പർ വന്നത്. അപ്പോൾ നമ്മുടെ ചലോ ആപ്പിലിപ്പോൾ ഈ വണ്ടിയും ട്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ചലോ ആപ്പ് എടുത്ത് KSRTC ബസ് സ്റ്റാൻഡ് എടുത്തിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ വണ്ടി ഇതാ കാണുന്നു. 35 മിനിറ്റിന് എത്തുമെന്നാണ് പറയുന്നത്. 8475 വണ്ടി ഇപ്പോൾ ഏകദേശം പട്ടാമ്പി കഴിഞ്ഞ് കുറച്ച് ദൂരമായിട്ടുണ്ട്. ഇവിടെ 4:30 ആയിരുന്നു ടൈം. അപ്പോൾ 4:30 കഴിയുമ്പോൾ കറക്റ്റായിട്ട് എത്തുമെന്ന് തോന്നുന്നു വണ്ടി. സമയം ഇപ്പോൾ 4:30. നമ്മുടെ വണ്ടി ഇതുവരെ വന്നിട്ടില്ല. വണ്ടി 4:35 ആകുമ്പോൾ വരുമെന്നാണ് ചാലോ ആപ്പിൽ കാണിക്കുന്നത്. ചാലോ ആപ്പിൽ ഇപ്പോൾ വണ്ടിയുടെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ആവുന്നില്ല. കാര്യം ഇവർക്ക് ഈ അവരുടെ ഹാൻഡ് ഹെൽഡ് ടിക്കറ്റിംഗ് മെഷീനാണ് GPS ഇട്ട് വർക്ക് ചെയ്യുന്നത്. അതിൽ ബാറ്ററി കുറയുമ്പോൾ അമ്മമാരത് ഓഫ് ചെയ്ത് വെക്കും. അതുകൊണ്ട് വണ്ടിയുടെ ഇപ്പോൾ ലൈവ് ട്രാക്കിംഗ് അവൈലബിൾ അല്ല. വണ്ടി ലാസ്റ്റ് ചെറുകരയ്ക്ക് അടുത്താണ് കണ്ടത്, 14 മിനിറ്റ് മുമ്പ്. അപ്പോൾ വണ്ടി ഇപ്പോൾ എത്താറായിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇപ്പോൾ ഓഫ്ലൈനായി. പിന്നെ അത് നോ ബസ്സസ് അവൈലബിൾ എന്ന് കാണിക്കുന്നുണ്ട്. ഇത് തന്നെ ഇപ്പോൾ ഓഫ് ചെയ്ത് വെച്ചിട്ട് 15 മിനിറ്റോളമായി അവർ GPS. അപ്പോൾ എത്തുന്ന ഒരു പിടിയില്ല. ഇപ്പോൾ സമയം 4:34. നാളെ ശനിയാഴ്ച, മറ്റന്നാൾ ഞായറാഴ്ചയാണ്. ഒരുപാട് കോളേജ് പിള്ളേരുണ്ട് ഇവിടെ, എല്ലാം വീട്ടിലോട്ട് പോകുന്നത്. പിന്നെ നമ്മുടെ ഈ വണ്ടി, മൈസൂർ വണ്ടിക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കാട് ക്ലോസ് ആവുന്നതിന് തൊട്ട് മുമ്പ് കാട് കടക്കുന്ന വണ്ടിയാണിത്. അപ്പോൾ ജസ്റ്റ് 8:30 മുമ്പ് അവൻ ഗൂഡല്ലൂർ ഗേറ്റും 9 മണിക്കുള്ളിൽ അവൻ ജസ്റ്റ് കർണാടകയുടെ കാട്ടിലും കയറുന്നൊരു വണ്ടിയാണിത്. അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ എവിടെയും നിർത്തി സമയം കളയില്ല. കഴിഞ്ഞ പ്രാവശ്യം വണ്ടിക്ക് പോയപ്പോൾ ഡിന്നർ ബ്രേക്ക് പോലും ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം എന്താ അവസ്ഥ? കഴിഞ്ഞ പ്രാവശ്യത്തിൽ വണ്ടി 1 മണിക്കൂർ ലേറ്റായിരുന്നു. അന്ന് കാട് പാസ്സാമെന്ന് വിചാരിച്ചല്ല, അന്ന് എങ്ങനെയോ ബൈ ചാൻസ് കാട് പാസ് ചെയ്യപ്പെടാം. പിന്നത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല. ഇന്നിപ്പോൾ ജസ്റ്റ് ക്രൂ വിളിച്ചിട്ടുണ്ടായിരുന്നു. വണ്ടി ടൗൺ സിഗ്നൽ എത്തി, വണ്ടി ഇപ്പോൾ സ്റ്റാൻഡിലെത്തുന്നു പറഞ്ഞു. ഉടനെ ഇപ്പോൾ എത്തണം അങ്ങനെയാണെങ്കിൽ. പക്ഷേ നമ്മുടെ ആപ്പിൽ ഇതൊരു അപ്ഡേറ്റ് ഒന്നുമില്ല. ആപ്പിൽ ഇപ്പോഴും വണ്ടി നോട്ട് ട്രാക്കബിൾ ആണ്. അപ്പോൾ അങ്ങനെയാണ് വണ്ടി ഇപ്പോൾ വരണം. നമുക്ക് നോക്കാം. ഇതൊരു ബസ് ട്രാവൽ വ്ളോഗാണ്. ആക്ച്വലി ഇപ്പോൾ യാത്രയുടെ ഏകദേശം 2 മണിക്കൂർ പകൽ വെളിച്ചം, പിന്നെ അങ്ങോട്ട് ഇരുട്ടുമായിരിക്കും. അപ്പോൾ കാട് ഇതാ വരും നമ്മുടെ വണ്ടി. പിന്നെ അങ്ങോട്ട് കാടൊക്കെ കടന്നു പോകുന്നൊരു ട്രിപ്പാണിത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് എത്രത്തോളം പിടിക്കാൻ പറ്റുമോ അത്രത്തോളം പിടിക്കാം. പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള ഇനി അങ്ങോട്ടുള്ള ട്രെയിൻ വ്ളോഗ്സാണ് വരുന്നത്. വരുന്നതാണ് നമ്മുടെ വണ്ടി. പുതിയ ACGL ബിൽറ്റ് വണ്ടിയാണ്. തൃശ്ശൂർ മൈസൂർ ഫാസ്റ്റ് പാസഞ്ചർ 8475. ഈ സാധനമാണ് നമ്മുടെ വണ്ടി. പുതിയ ACGL ബിൽറ്റ് വണ്ടിയാണ്. സീറ്റ് നമ്പർ 1 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നമുക്കെന്നപ്പോൾ അതൊക്കെ വണ്ടിയിലോട്ട് കയറാം. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ വണ്ടി. സീറ്റ് നമ്പർ എത്രയായിരുന്നു? സീറ്റ് നമ്പർ ഓർമ്മ കിട്ടുന്നില്ല. ഇതാണ് നമ്മുടെ വണ്ടി. സീറ്റ് നമ്പർ 1 ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് പതുക്കെ വണ്ടിയിലോട്ടും കയറിയേക്കാം. തൃശ്ശൂർ മൈസൂർ ACGL ബിൽറ്റ് ടാറ്റ വണ്ടിയാണ്. പുതിയ വണ്ടിയാണിത്. പതുക്കെ കൂടുതലോട്ട് കയറാം. പിന്നെ കാറ് പോലെ ഡാഷ്ബോർഡൊക്കെയാണ്. വണ്ടി കയറി. സീറ്റ് ഭയങ്കര മോശം. നടുവേദന തുടങ്ങി.
നമ്മുടെ ഗുണ്ടൽപേട്ടിൽ കേരള ബസ്സിലെല്ലാം നിർത്തുന്ന സ്ഥലത്ത് നമ്മൾ വന്ന് നിന്നു ഡിന്നറിന്. കോഫി ഹൗസ്, കോഫി സ്റ്റോപ്പ് എന്നോ എന്തോ ഒരു പേരാണ് ഇതിന്. അവിടെ തന്നെ കൊണ്ട് നിർത്തി പതിവ് പോലെ എന്തെങ്കിലും കഴിച്ചേക്കാം. കഴിഞ്ഞ ദിവസം ഇതേ ബസ്സിൽ വന്ന സമയത്ത് അന്ന് ഡിന്നറിന് നിർത്തിയില്ലായിരുന്നു. അന്ന് വണ്ടി ഒരുപാട് ലേറ്റായിട്ട് ഡിന്നറൊന്നും കിട്ടിയില്ല. എന്നിട്ട് രാത്രി ഞാൻ മൈസൂർ ബസ് സ്റ്റാൻഡ് പോയിട്ട് സമോസ എന്തൊക്കെ പെറുക്കി തിന്നായിരുന്നു. നമുക്കിന്നിപ്പോൾ ഡിന്നർ കഴിക്കാമായിരുന്നു. അപ്പോൾ ഇതാ കിടക്കുന്നത് നമ്മുടെ വണ്ടി. നല്ല അടിപൊളി സംഭവം കേട്ടോ. എൻജിൻ്റെ പിക്കപ്പ് അന്യായം. ഗാർഡ് സെക്ഷനിലൊക്കെ പുള്ളിക്കാരൻ അങ്ങനെ ഗിയർ ഡൗൺ ചെയ്യേണ്ട തന്നെ അങ്ങനെ കയറി വരും. നല്ല സൂപ്പർ ഡ്രൈവിങ് വരുന്നു. സൂപ്പർ വണ്ടി കേട്ടോ. ഞാൻ ടാറ്റയിൽ നിന്ന് ഇത്രയും നല്ല പെർഫോമൻസ് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. അവസാനത്തെ 2 റൈഡുകളും ടാറ്റയിൽ അടിപൊളിയായിരുന്നു. നമുക്ക് കൂട്ടായിട്ട് കോഴിക്കോട് നിന്നുള്ളൊരു മൈസൂർ സൂപ്പർ ഫാസ്റ്റും കൂടെ വന്നിട്ടുണ്ട്. നമ്മൾ വരുമ്പോൾ ഇവിടെ ഒരു കോഴിക്കോട് മൈസൂർ സൂപ്പർ ഫാസ്റ്റ് ഉണ്ടായിരുന്നു, അത് പോയി. അതിന് അടുത്ത കോഴിക്കോട് മൈസൂർ സൂപ്പർ ഫാസ്റ്റാണ് ഈ വന്ന് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി ഇതിന് ഡിജിറ്റൽ ബോർഡൊക്കെ നല്ല വർക്കിംഗ് ആണ്. ഡിജിറ്റൽ ബോർഡൊന്ന് വിട്ടാൽ പിന്നെ ഓഫ് ചെയ്തിട്ടേ ഇല്ല, അത് അങ്ങനെ തന്നെ വരുന്നു. മല കയറുന്ന സമയത്ത്, കാട്ടിനകത്ത് കയറുന്ന സമയത്തൊക്കെ അവർ അകത്തുള്ള ലൈറ്റ്സ് ഓഫ് ചെയ്തിട്ടായിരുന്നു. കാര്യം റിഫ്ലക്ഷൻ ഭയങ്കരമായിട്ട് വരുമല്ലോ ഡ്രൈവർക്ക്. അടിപൊളി ഡ്രൈവിങ്, പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഡിന്നറൊക്കെ കഴിഞ്ഞാൽ പുറപ്പെടുകയായി. ഇനി ഒരു 50-55 കിലോമീറ്ററും കൂടി യാത്ര ബാക്കിയാണ് മൈസൂർ. അപ്പം ഞാൻ ബസ് സ്റ്റാൻഡ് എൻട്രൻസിൽ തന്നെ വിട്ടിട്ട് ബസ് ഉള്ളിലേക്ക് പോവാണ്. സമയം ഇപ്പോൾ 10:45 10:42 എക്സാക്ട് സമയം. നമ്മളങ്ങനെ മൈസൂർ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് ഇരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക്, കമൻറ്റ്സ്, സജഷൻസൊക്കെ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ പിന്നെ ഞാൻ ബുക്ക് ചെയ്ത ഹോട്ടൽ റൂമിലേക്ക് പോകാനൊരു വഴി എന്തപ്പെട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.